ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു വീട് വെക്കുന്ന സമയത്ത് അവർക്ക് വളരെ നിർബന്ധമായിരിക്കും വാസ്തു കൃത്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നും വരാൻ പാടില്ല. എല്ലാ സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ വാസ്തുവിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് നമുക്ക് നല്ലൊരു കണക്കിൽ വീട് വെക്കണം എന്നാണ് പലരുടെയും ആഗ്രഹം. വീട് വെച്ച് തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ വീട്ടില് ഗൃഹനാഥയ്ക്ക് ഒരു ആഗ്രഹം, കിച്ചണിൽ സ്ഥലം പോരാ, നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ വേണം. ഒരു വിറകടുപ്പ്, വെളിയിൽ ഒരു അടുപ്പിട്ടൊന്ന് കത്തിക്കണം, ഇത്തിരി ചോറ് വെക്കണമെങ്കിൽ ഒരു വിറകടുപ്പ് വേണം. അതല്ലെങ്കിൽ ഒന്ന് അരിയാനോ പറക്കാനോ ഒക്കെ നമുക്കൊരു സ്ഥലം വേണം. അപ്പോൾ അതിൽ വെളിയിൽ ചെയ്യാം. അപ്പം ഇവർ തിരക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന മേശരി പറഞ്ഞെന്നിരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പുറത്തേക്ക് എടുക്കൂ. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ കണക്ക് തെറ്റുമോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കും, ഒരു അല്പം താഴ്ത്തി അങ്ങ് ചെയ്താൽ മതി, കണക്ക് പ്രശ്നം വരത്തില്ല. ഇവരെന്ത് ചെയ്യും? അല്പം താഴ്ത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ ഗ്രൗണ്ട് അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിൽ നിന്നും 1 അടിയോ 2 അടിയോ അല്പം ഒന്ന് താഴ്ത്തിക്കൊണ്ട് ഇവര് ആ ഒരു വർക്ക് ഏരിയ പണിയും. ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്, ആ അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. ഇവിടെ സംഭവിക്കുന്നത് വീടുമായിട്ട് ചേർത്തുകൊണ്ട് ഒന്നുമില്ല, നിങ്ങൾ ഒരു 2 GI പൈപ്പുകൾ കുഴിച്ചിട്ട് അതിന്റെ ഇരുമ്പിൽ തന്നെ അതിന്റെ ഷീറ്റും ഇട്ട് നിങ്ങൾ വെച്ചാലും അത് വീട്ടിന്റെ കണക്കിൽ കൂട്ടും. പിന്നെ അല്ലേ വീട്ടിനോട് അല്പം താഴ്ത്തി വെച്ച് കെട്ടിയാക്കുന്ന അതും ഉറപ്പായിട്ടും കൂട്ടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇത് തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ആണെന്ന് വെച്ചോ, ഇവരെന്ത് ചെയ്തു? ഇതിനോട് ചേർത്ത് ഇത്രയും ഭാഗം കൂടെ വെളിയിലേക്ക് ഇറക്കി ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്തു. ഈ വർക്ക് ഏരിയ ചെയ്തപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു? തെക്കു പടിഞ്ഞാറും ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ഒരു വർക്ക് ഏരിയ വന്നു, ഇവരുടെ 2 ദിക്കുകളുടെ സൗഭാഗ്യം പോയി. തെക്കും പോയി, പടിഞ്ഞാറും പോയി. ഇതിലുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, പലർക്കും അറിയില്ല അവിടെ കന്നിമൂല പോയെന്ന്. ഇപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, കന്നിമൂല പോയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കണം. ഇല്ല, കന്നിമൂല നമ്മൾ തൊട്ടിട്ടില്ല. വാസ്തു തന്ന കണക്കിൽ നിന്ന് നമ്മൾ 1 അടി വ്യതിചലിച്ചിട്ടില്ല, അതേ കണക്കാ വെച്ചാക്കുന്നത്. പക്ഷെ എന്തോ ചെയ്തു? ഇവിടുന്ന് പുറത്തേക്ക് ഒരു റൂം, വർക്ക് ഏരിയ ഇവിടെ പുറത്തേക്ക് എടുത്തപ്പോൾ ഈ 2 സ്ഥലങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ കന്നിമൂല പോയില്ലേ? പോയി. ഇത് തെക്ക് വശത്ത് സംഭവിച്ച കാര്യം. ഇനി വടക്ക് കിഴക്കാണ് കിച്ചൺ എന്ന് വെച്ചോ. വടക്ക് കിഴക്കിൽ അവരൊരു വർക്ക് ഏരിയ പണിഞ്ഞു എന്ന് കരുതുക. ഇവിടെ അവർക്ക് എന്ത് സംഭവിച്ചു? വടക്ക് വശവും പോയി, വടക്ക് പടിഞ്ഞാറും പോയി. ഇവിടെ തെക്ക് പടിഞ്ഞാറ് പോയപ്പോൾ കയ്യിലെ പൈസ പോയി. ഇവിടെ വടക്ക് പോയപ്പോൾ തൊഴിൽ പോയി. ഇവിടെ ഗൃഹനാഥൻ ക്ഷയിച്ചു. ഇവിടെ പേരും പ്രസിദ്ധിയും പോയി. മനസ്സിലായല്ലേ? ചെയ്ത തെറ്റ് വടക്ക് കിഴക്കിൽ ഒരു വർക്ക് ഏരിയ എടുത്തു എന്നുള്ളതാണ്. അതിന് അനുബന്ധമായി 2 ദിക്കുകൾ പോയത് ഇവർ അറിഞ്ഞിട്ടേ ഇല്ല. ഇനി വടക്ക് പടിഞ്ഞാറിലാണ് ഇവിടെ കിച്ചൺ എന്ന് കരുതുക. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇവിടെ കിച്ചൺ. ഇവർ നോർത്ത് വെസ്റ്റിൽ പുറത്തോട്ടൊരു ഇത് ചെയ്തു എന്ന് കരുതുക, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇവിടെ എന്ത് സംഭവിച്ചു? വെസ്റ്റും പോയി, നോർത്ത് വെസ്റ്റും പോയി. അതല്ല, ഇവര് വടക്കിലാണ് ചെയ്തെങ്കിലോ, ഇവിടെ വടക്കും പോയി, വടക്ക് കിഴക്കും പോയി. അപ്പോൾ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പണിയും നിങ്ങളുടെ മറ്റു ദിക്കുകളെ നഷ്ടപ്പെടുത്തും, നിലവിലുള്ള ദിക്ക് മലിനപ്പെടുകയും ചെയ്യും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റും ഇതാണ്. ഇതൊരു വർക്ക് ഏരിയയുടെ കാര്യം. ഈ വർക്ക് ഏരിയ തന്നെ ഒരു കാർ പോർച്ച് ആണെങ്കിലോ, അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു പൈപ്പ് ഇട്ട് ഇവിടെ ഒരു പൈപ്പ് കുഴിച്ചിട്ടിട്ട് 2 ഇത് തൂണുകൾ ഇട്ട് 2 ഇത് കഴുക്കോലും കൊടുത്ത് ഇവിടെ കെട്ടി ഈ 2 ഭാഗം പോകും. ഇതേ സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ പണിയാം. ഇത് വീടുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇത് തങ്ങളിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് തങ്ങളിൽ ടച്ച് ചെയ്യാതെ ഈ രീതിക്ക് എടുത്തങ്ങ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട്, അത് മഴ നനയില്ലേ? അതായത് ഇതിന്റെ 2ന്റെയും കൂടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് മഴ നനയില്ലേ എന്ന് ചോദിക്കും. അതിനൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ടായിരിക്കും ബഹുഭൂരിപക്ഷം വീടുകളിലും. അപ്പം ഇവിടെ ഈ ഷെയ്ഡ് ഇങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കുമല്ലേ, അപ്പം ഇതിന് ഉണ്ടാവുന്ന ഷീറ്റ് ഇതിലോട്ട് കയറി ഇടാം. ടച്ചാവരുത്, ഇങ്ങനെ കയറി നിൽക്കാം. പക്ഷെ ഇതിൽ കൊണ്ടൊന്ന് മുട്ടിക്കാൻ പാടില്ല. എന്നിട്ട് ഇത് വീടുമായിട്ട് ബന്ധപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഈ കിച്ചണിൽ നിന്ന്
വർക്ക് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോകാം. പക്ഷെ ഇത് ഈ കെട്ടിടം രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണ്, പരസ്പരം എങ്ങും ടച്ച് ചെയ്തിട്ടുമില്ല. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് വെളിയിലോട്ടും ഇതിന്റെ മുകളിലത്തെ ഷീറ്റ് ഇങ്ങോട്ടും കയറി കിടക്കുന്നതുകൊണ്ട് പക്ഷെ ഇത് തങ്ങളിൽ ടച്ച് ചെയ്തിട്ടില്ല. നമുക്ക് മഴ നനയാതെ പോകാനും വരാനും പറ്റും. പക്ഷെ അത് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കിച്ചൺ വർക്ക് ഏരിയ പണിതെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് കലാഭാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ ഒലുവാണ്. ഇത് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വീകരണമുറിയുടെ കിഴക്ക് വശത്ത് സ്ഥാപിക്കാം. ഇതൊരു മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് വിഷ് എഴുതി നിങ്ങളുടെ നോർത്ത് ഭാഗത്ത് വെക്കാം. ഇത് ഒരു രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാക്കിൽ ഒരു ലോഷു സ്ക്വയർ ഉണ്ട്. ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരും. ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കുക. അതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഈ ഒരു വിഷ് എഴുതി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.